തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാലക്കാടൻ കാർഷിക ഗ്രാമം, വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടം നെന്മാറ. കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യവും പാലക്കാടൻ ഗ്രാമത്തിന്റെ നന്മയും ഒത്തുചേർന്ന ഇടം. ഇവിടെയാണ് ആരോഗ്യമേഖലയിൽ മാറ്റത്തിന്റെ പുതിയ കാൽവെപ്പുമായി നെല്ലിയാമ്പതിയുടെ താഴ്വരയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് അവൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തലയുയർത്തി നിൽക്കുന്നത്. അവൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം ഞങ്ങളുടെ മനസ്സുകളിൽ കുടിയേറുന്നത് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപാണ്. നെന്മാറയുടെ ഈ മണ്ണിൽ നിന്ന് പഠിച്ച് വളർന്ന് 2 കോർപ്പറേറ്റ് ശൃംഖലകളുടെ തലവന്മാരായ 2 സഹോദരന്മാരുടെ ഈ നാടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പിറവി. അവർ ജനിച്ച് വളർന്ന് പഠിച്ച നാട്ടിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഉപകാരപ്രദമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ ആരോഗ്യ മേഖല തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു തീരുമാനം വരുന്നത്. അന്ന് മുതൽ ഈ ഒരു സ്ഥാപനം ഇങ്ങനെയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ എത്തുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പറയുന്നതിൽ സന്തോഷമുണ്ട്. അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ സെലക്ഷനിലും മറ്റ് സ്റ്റാഫ് സെലക്ഷനിലും പുലർത്തുന്ന വളരെയധികം ശക്തിയേറിയ ഒരു സെലക്ഷൻ മെത്തേഡാണ്. ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ വളരെയധികം സംസാരിക്കുകയും ഡോക്ടർമാർക്ക് ഈ ഒരു സെമി അർബൻ ഏരിയയുമായിട്ട് ഇഴുകിച്ചേർന്നതും നമ്മുടെ ഒരു സിദ്ധാന്തങ്ങളെ, നമ്മുടെ വിഷനെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഡോക്ടർമാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എനിക്കിപ്പോൾ നമ്മൾ 60ഓളം ഫുൾ ടൈം ഡോക്ടർമാരാണ് ഈ ഒരു തുടക്ക സമയത്ത് തന്നെ അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എനിക്ക് വളരെ ധൈര്യമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഈ ഡോക്ടർമാരുടെ എല്ലാം സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. സമൂഹത്തോടുള്ള ആ പ്രതിബദ്ധതയും അത് തീർച്ചയായിട്ടും ആ രോഗികളെ ചികിത്സിക്കുന്നതിൽ പ്രതിഫലിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ. അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അക്കാര്യം നമുക്ക് തുടക്കത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് വളരെയധികം ചാരിതാർത്ഥത്തോടു കൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആരോഗ്യമേഖലയിലെ വളർച്ച ഉൾക്കൊണ്ട് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ പാലക്കാട്ടെ ഉൾനാടൻ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാവണമെന്ന 2 വനിതാ സംരംഭകരുടെ ചിന്തയിൽ നിന്നാണ് അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രി എന്ന സ്വപ്നത്തിന്റെ പിറവി. നെന്മാറ സ്വദേശികളായ ജ്യോതി പ്രശാന്തും ശാന്തി പ്രമോദും കണ്ട സ്വപ്നം 4 വർഷങ്ങൾക്കിപ്പുറം യാഥാർത്ഥ്യമായി. വിദഗ്ധ ചികിത്സക്കായി കോയമ്പത്തൂരിനെയോ തൃശൂരിനെയോ ആശ്രയിക്കേണ്ട സാഹചര്യമായിരുന്നു പാലക്കാടുകാർക്കുണ്ടായിരുന്നത്. പാലക്കാടിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് തൃശൂരിലേക്കും കോയമ്പത്തൂരിലേക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ യാത്ര ചെയ്താൽ മാത്രമേ വിദഗ്ധ ചികിത്സ സാധ്യമായിരുന്നുള്ളൂ. ഇത്തരം നീണ്ട യാത്രകൾക്ക് അവൈറ്റീസിലൂടെ അറുതിയാവുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏത് ആശുപത്രിയിലും ലഭിക്കുന്ന വിദഗ്ധ ചികിത്സാ സൗകര്യം അവൈറ്റീസിലൂടെ സാധാരണക്കാർക്കും ലഭ്യമാവും. സാങ്കേതിക മികവിലും സേവനത്തിലും വേറിട്ട അനുഭവമാവും അവൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ മേഖലയിൽ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള പ്രമോദ് മങ്ങാട്ട് എന്ന് പറയുന്ന സഹോദരങ്ങൾ അവരുടെ ജീവിതകാലത്തിലുടനീളം ഈ റീജിയണിൽ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പല ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ പല ബന്ധുക്കൾക്കായിട്ടും നമ്മുടെ തന്നെ വീടുകളിലായിട്ടും ഉണ്ടായപ്പോഴെല്ലാം ഇവിടെ നിന്ന് ഒന്നുകിൽ തൃശ്ശൂർക്കോ അല്ലെങ്കിൽ കോയമ്പത്തൂർക്കോ, അത് എത്ര എമർജൻസി ആണെങ്കിൽ പോലും വേറെ ഒരു വഴിയുമില്ല, തൃശ്ശൂർക്കോ കോയമ്പത്തൂർക്കോ പോവുക മാത്രമേ ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നല്ലവണ്ണം അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആരോഗ്യ മേഖലയാണ് ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഈ രംഗത്ത് വരികയാണെങ്കിൽ അതിൽ ആരോഗ്യ മേഖലയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ഈ മേഖല തിരഞ്ഞെടുക്കുന്നത്.
സ്ഥാപനത്തിൽ ഇന്ന് 4 മികവിൻ്റെ കേന്ദ്രങ്ങൾ അഥവാ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്. അതിനെ ഞങ്ങൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയാക് സയൻസസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ സയൻസസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീനൽ സയൻസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സയൻസസ്. ഈ 4 മികവിൻ്റെ കേന്ദ്രങ്ങളും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും എക്യുപ്മെൻറ്റ്സ് കൊണ്ടും എക്യുപ്ഡാണ്. ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള കൺസൾട്ടൻസും സർജൻസും എല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, ടെക്നീഷ്യൻസും എല്ലാ നിരയിലും ഉള്ള ഏറ്റവും വിദഗ്ധരായ ആൾക്കാരെ തന്നെ ഈ ആശുപത്രിയിൽ ഞങ്ങൾക്ക് അണിനിരത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ചില കാര്യങ്ങളാണ്. എക്യുപ്മെൻറ്റ് വൈസ് പറയുകയാണെങ്കിൽ റേഡിയോളജിയിലെ ഏറ്റവും നല്ലൊരു എക്യുപ്മെൻറ്റ് നിരയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. MRI സ്കാനിങ്ങിലാണെങ്കിൽ 1.5 ടെസ്ല MRI സ്കാനാണ് ഇവിടെ ഉള്ളത്. 256 സ്ലൈസ് CT സ്കാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാത്ത് ലാബാണ്. FD20 ക്ലാരിറ്റി C എന്ന് പറയുന്ന കാത്ത് ലാബാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈവൻ ന്യൂറോളജിക്കൽ ഇൻ്റർവെൻഷൻസ് വരെ ചെയ്യാൻ പാകത്തിലുള്ള കാത്ത് ലാബാണ് നമുക്കിവിടെ ഉള്ളത്. ഗാസ്ട്രോളജിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും നല്ല എൻഡോസ്കോപ്പി സ്യൂട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏത് മേഖല എടുത്താലും അതിലെല്ലാം തന്നെ ഏറ്റവും നല്ല ഒരു എക്വിപ്പിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഡയാലിസിസിനാണെങ്കിലും നമുക്കിവിടെ ഒരു 7 യൂണിറ്റ് ഡയാലിസിസ് സെൻ്ററാണുള്ളത്. യൂറോളജിസ്റ്റ് ഉണ്ട്, നെഫ്രോളജിസ്റ്റിൻ്റെ സേവനമുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും വൈറ്റസിലുണ്ട്. പിന്നെ ഏതൊരു ഇങ്ങനെ ഈ നിലവാരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിനും വേണ്ട ഒരു സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എമർജൻസി കെയറും ഇൻറ്റൻസീവ് കെയറുമാണ്. അപ്പോൾ ഒരു 24 അവർ എമർജൻസി സർവീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള എമർജൻസി ഫിസീഷ്യൻസ് മാൻ ചെയ്യുന്ന ഒരു എമർജൻസി വിഭാഗമാണ് നമുക്കിവിടെ ഉള്ളത്. അതുപോലെ തന്നെ സ്ട്രോക്ക് യൂണിറ്റ് നമുക്കുണ്ട്, ട്രോമ കെയർ ഉണ്ട്. അതുപോലെ തന്നെ ICUs ആണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻറ്റൻസിവിസ്റ്റ് ആണ് ആ ICUs എല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കുവാണെങ്കിലും ഡോക്ടേഴ്സ് വൈസ് നോക്കുവാണെങ്കിലും ഇപ്പോൾ കാർഡിയോളജിയിലൊക്കെ കാർഡിയാക് സർജറിയിലൊക്കെ കേരളത്തിൽ ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കാർഡിയാക് സർജനാണ് നമ്മുടെ കൂടെയുള്ളത്. ന്യൂറോളജി എടുക്കുവാണെങ്കിലും ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഡോക്ടേഴ്സിനെ നെന്മാറ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും എക്യുപ്മെൻറ്റ് സൈഡിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ സൈഡിലാണെങ്കിലും പ്രൊഫഷണൽസിൻ്റെ സാന്നിധ്യം കൊണ്ടാണെങ്കിലും എക്സ്പെർട്ടീസ് കൊണ്ടാണെങ്കിലും ഒക്കെ ഒന്നിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊരു നാട്ടിൻപുറത്താണ് എന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു മീഡിയോക്കർ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി അല്ല ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സേവനം ഇവിടെയുള്ള ആൾക്കാർക്ക്, ഈ റീജിയനിലുള്ള ആൾക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് നിവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇതിനൊക്കെ സപ്പോർട്ടായിട്ടുള്ള നമുക്ക് ട്രോമ സെൻറ്റർ ഉണ്ട്, പിന്നെ 3 പേരടങ്ങുന്ന ഒരു ഓർത്തോപെഡിക് ടീമുണ്ട്, സ്പോർട്സ് മെഡിസിൻ ഉണ്ട്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറീസിനുള്ള സൗകര്യമുണ്ട്. അതേപോലത്തെ അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടർമാരാണ്. പിന്നെ മദർ ആൻഡ് ചൈൽഡ് വിഭാഗം, മദർ ആൻഡ് ബേബി വിഭാഗത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ആസ്പത്രി കെട്ടിടത്തിൻ്റെ ഒരു ഫ്ലോർ മുഴുവനും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ ലെവൽ 4 ഏറ്റവും മുകളിലുള്ള ലെവലിലുള്ള നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗം, നിയോനേറ്റൽ ICU NICU എന്ന് പറയുന്ന അതും സെറ്റാക്കി 2 ഫുൾ ടൈം നിയോനേറ്റോളജിസ്റ്റിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് വാങ്ങുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസിനെ കൊണ്ടുവരിക, ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫിനെ കൊണ്ടുവരിക, ഇതൊക്കെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും നന്നായിട്ട് വരില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിന് കൂടാതെ ടെക്നോളജിയിൽ ഹെൽത്ത് കെയറിൽ ചികിത്സയ്ക്കും മറ്റ് വിവരങ്ങൾ പകർന്നു നൽകുന്നതിനുമായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണ്. പല ആപ്പുകൾ വഴിയും ലോകത്തുനിന്ന് വരുന്ന പല ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും. അതാണ് നേരത്തെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസുമായിട്ടുള്ള അഫിലിയേഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ട് നമ്മളൊരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഫിസിക്കൽ ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, പൂർണ്ണമായിട്ടും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഇതിനോടുകൂടി സജ്ജമാക്കുന്നുണ്ട്. വിഷചികിത്സയ്ക്കും മാതൃശിശു പരിപാലനത്തിനുമെല്ലാം പ്രത്യേക ഊന്നൽ നൽകും. ചികിത്സ വീട്ടിൽ ഉറപ്പുവരുത്തുന്ന ഹോം കെയർ പദ്ധതി അവൈറ്റീസിന്റെ ആകർഷണമാണ്. ചികിത്സക്കായി ആശുപത്രിയിലെത്താൻ സാധിക്കാത്ത വൃദ്ധജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കുമെല്ലാം ഡോക്ടർമാരടങ്ങുന്ന സംഘം വീട്ടിലെത്തി ചികിത്സ ഉറപ്പുവരുത്തും. ഇവിടെ നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്ന ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ വരുത്തിയ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ഇവിടെ വീട്ടിൽ പോയി ചികിത്സിക്കുന്നതാണ്. നമ്മൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സയ്ക്ക് വരാൻ പറ്റാത്തതായ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ ഡോക്ടേഴ്സ് വീട്ടിൽ പോയി രോഗിക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കുന്നതാണ് ഇവിടെ. ഓരോ ചികിത്സാ വിഭാഗങ്ങളിലുമായി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ വലിയ നിര അവൈറ്റീസിലുണ്ട്. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ കാർഡിയാക് സയൻസസ് എടുക്കുകയാണെങ്കിൽ, നേരത്തെ ശാന്തി മാഡം പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയാക് സയൻസസ് എന്ന് പറയുകയാണെങ്കിൽ, അതിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് ഇതൊരു കാർഡിയാക് സർജറികൾ ചെയ്യുമ്പോൾ, ഓപ്പൺ ഹാർട്ട് സർജറികൾ ചെയ്യുമ്പോൾ ഒരു മിനിമൽ ആക്സസ് കാർഡിയാക് സർജറീസ് എന്നുള്ള രീതിയിലാണ്. മുഴുവൻ നെഞ്ചിൻ്റെ കൂട് തുറക്കാതെ എൻഡോസ്കോപ്പ് വഴി ബൈപ്പാസ് സർജറി ചെയ്യാൻ കഴിയുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ്, വേണ്ടി വരികയാണെങ്കിൽ. കാരണം ആ നെഞ്ച് തുറന്ന് കിടക്കുന്ന അതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും ഓപ്പൺ ഹാർട്ട് സർജറികൾക്ക് വിഘടമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് എൻഡോസ്കോപ്പിലൂടെ ബൈപ്പാസ് സർജറി ചെയ്യാൻ കഴിയുന്ന മിനിമൽ ആക്സസ് കാർഡിയാക് സർജറീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിൽ അഗ്രഗണ്യനായിട്ടുള്ള കാർഡിയാക് സർജൻ ഡോക്ടർ ബാബുരാജനാണ് നമുക്കിന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അദ്ദേഹം സർജറികൾ തുടങ്ങി, ഇവിടെ 10-20 സർജറികൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ കാർഡിയാക് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എടുക്കുകയാണെങ്കിൽ ഡോക്ടർ സുനിൽ ശിവദാസ്, വളരെയധികം പരിചയസമ്പന്നനായിട്ടുള്ള ഡോക്ടർ സുനിൽ ശിവദാസാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. നേരത്തെ മാഡം പറഞ്ഞ FD20C ക്ലാരിറ്റി എന്ന ആ ഒരു കാത്ത് ലാബിലൂടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേഡിയേഷനാണ് രോഗിക്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് മോഡലാണത്. അതുപയോഗിച്ച് നമുക്ക് കാർഡിയാക് ഇൻ്റർവെൻഷൻസ് മാത്രമല്ല, ന്യൂറോ ഇൻ്റർവെൻഷൻസ്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ, അതിലുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ആൻജിയോപ്ലാസ്റ്റികൾ, പെരിഫറൽ കാലുകളിലേക്കുള്ള രക്തക്കുഴലുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ആൻജിയോപ്ലാസ്റ്റികൾ എല്ലാം ആ മെഷീൻ വെച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നത് നമ്മൾ ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഹാർട്ട് ബ്ലോക്ക്, പേസ് മേക്കർ വെക്കുന്നത്, ഇതൊക്കെ അതിന് വേണ്ടിയിട്ടും നമ്മൾ വിദഗ്ധരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ന്യൂറോ സയൻസസ് ആണ്. ന്യൂറോ സയൻസസിൻ്റെ നേരത്തെ പറഞ്ഞ പ്രൊഫസർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇന്ന് ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു അപസ്മാര ചികിത്സാ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് 8000-ലധികം സൈറ്റേഷൻസ് ആണുള്ളത്. ലോകത്തിൽ ആർക്കുമില്ല അത്രയധികം ഗവേഷണ സൈറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്യുവർ ക്ലിനീഷ്യനാണ്. എന്നിട്ടും ഈ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഇത്രയും സൈറ്റേഷൻ വരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ശ്രീ ചിത്രയിലെ മുൻ ഡയറക്ടറായിരുന്ന അദ്ദേഹം ഇപ്പോൾ മുഴുവൻ സമയവും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം തുടർച്ചയായി അപസ്മാരം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്താൻ പറ്റുന്ന എപ്പിലെപ്സി മോണിറ്ററിംഗ് യൂണിറ്റ് ഇന്നിവിടെ പൂർണ്ണ സജ്ജമാണ്. ആദ്യത്തെ മാസം തന്നെ 100-ലധികം രോഗികൾക്ക് നമുക്കിത് ചെയ്യാനും അവർക്ക് ചികിത്സ നിർദ്ദേശിക്കാനും സാധിക്കുന്നുണ്ട്. ഈ എപ്പിലെപ്സി ചികിത്സ, അപസ്മാര ചികിത്സയുടെ അടുത്ത ഘട്ടമാണ് മരുന്ന് കൊണ്ട് മാറാത്ത അസുഖങ്ങൾക്ക് സർജറി ഫോർ എപ്പിലെപ്സി. അതിനുതകുന്ന ന്യൂറോ സർജറി വിഭാഗമാണ് നമുക്കിവിടെയുള്ളത്. അപ്പോൾ ഈ എപ്പിലെപ്സി വിഭാഗത്തിനും എല്ലാ ന്യൂറോ വിഭാഗത്തിനും തലവനായിട്ടുള്ളത് ഡോക്ടർ പ്രൊഫസർ രാധാകൃഷ്ണനെ പോലെ തന്നെ ഡോക്ടർ രാജേന്ദ്രനുണ്ട്, സീനിയർ കൺസൾട്ടൻ്റാണ്. അതേമാതിരി ന്യൂറോ സർജറിയിൽ ഡോക്ടർ അനുദത്ത്, ഡോക്ടർ മനീഷ്, ഇവർ ചേർന്നിട്ടാണ് ഈ സർജറി ഫോർ എപ്പിലെപ്സിയും. അതിന് വിദഗ്ധനമായിട്ടുള്ള ഡോക്ടർ ഗിരീഷ് മേനൻ മണിപ്പാലിൽ നിന്ന് നമുക്കിവിടെ വന്ന് നമുക്ക് വേണ്ട രീതിയിൽ ഞങ്ങളെ വിസിറ്റിംഗ് എന്ന നിലയിൽ ചെയ്യാൻ അതിനുള്ള പരിപാടികൾ ഈ ജൂലൈയിലായിരിക്കും ഞങ്ങൾ ആദ്യത്തെ സർജറി ഫോർ എപ്പിലെപ്സി ചെയ്യുന്നത്.
അതേമാതിരിയാണ് നമ്മുടെ സ്ട്രോക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂറിൽ ആശുപത്രിയിൽ രോഗിയെ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ന്യൂറോ ഇൻ്റർവെൻഷൻസ് ചെയ്തിട്ട് അതിലൂടെ കിടപ്പിലായേക്കാവുന്ന ഒരു രോഗിയെ നടത്തിക്കുവാനും മരിച്ചു പോകാവുന്ന രോഗിയെ രക്ഷിക്കുവാനും നമുക്ക് സാധിക്കുവാനും. നെന്മാറയ്ക്ക് പുറമെ കൂടുതൽ ജനങ്ങളിലേക്ക് സേവനമെത്തിക്കാൻ അവൈറ്റീസ് പാലക്കാടിന്റെ മറ്റു മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരത്തിലെ ബാലാജി ആശുപത്രി ഏറ്റെടുത്ത് അവൈറ്റീസ് ആശുപത്രിയായി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു പുറമെ കൊല്ലങ്കോടും വടക്കഞ്ചേരിയിലും അവൈറ്റീസ് ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഈ ഒരു നെന്മാറയിൽ മാത്രം വന്നിട്ട് രോഗികൾക്ക് ഇതിൻ്റെ ഒരു സൗകര്യം കിട്ടുമെന്നറിയാം. പക്ഷേ ഇതേപോലെ തന്നെ ഇതേ സൗകര്യങ്ങൾ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സർവീസ് എല്ലാവർക്കും കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ തന്നെ ഞങ്ങൾ പാലക്കാട് തന്നെ പലയിടങ്ങളിലായി ഞങ്ങളുടെ ക്ലിനിക്സ് സ്ഥാപിക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ ഡോക്ടേഴ്സ് ഓരോ ദിവസങ്ങളായിട്ട് ഫിക്സ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇവരുടെ സർവീസസ് അവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് ഒരു അവൈറ്റസ് ഹോസ്പിറ്റലുണ്ട്. ഇത് കൂടാതെ കൊല്ലങ്കോട്, വടക്കഞ്ചേരി ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ക്ലിനിക്സ് വന്നിട്ടുണ്ട്. ഇതുപോലെ പല ക്ലിനിക്സും ഞങ്ങൾ പാലക്കാട് വരാൻ ആഗ്രഹിക്കുന്നു. ആശുപത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വൈദ്യശാസ്ത്ര രംഗത്തെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് വരുന്നു, ട്രീറ്റ് ചെയ്യുന്നു, പേഷ്യൻ്റ് പോകുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ നമ്മൾക്ക് കാലം പോകുന്തോറും പുതിയ പുതിയ റിസർച്ചസ് വരുന്നു, പുതിയ അസുഖങ്ങൾ വരുന്നു, പുതിയ മരുന്നുകൾ ഉണ്ടാവുന്നു, പുതിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ടെക്നോളജി മാറുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇവിടെ ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസായിട്ട് അഫിലിയേഷൻ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ ഒരു റിസർച്ച് സെൻറ്റർ തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ നൂതന വിദ്യയിൽ നമ്മളിവിടെ ചെയ്യുന്ന സർജറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അതിൻ്റെ കൂടുതൽ ചർച്ചകളിലേക്കുമൊക്കെ വരാനുമൊക്കെ വേണ്ടി തന്നെ ഞങ്ങളിവിടെ ഒരു അക്കാഡമിക് ഹാളും ഞങ്ങളിവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും കൂടുതൽ ആൾക്കാർക്ക് അത് പഠിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ റെഡിയാക്കുന്നുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത മുഖമുദ്രയാക്കിയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരിതകാലം. ചുരത്തിലെ മണ്ണിടിച്ചിലിൽ വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയാമ്പതി പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ ജനതയ്ക്കാവശ്യമായി സൗകര്യമൊരുക്കുന്നതിനും അവരെ സുരക്ഷിതരാക്കുന്നതിനും സർക്കാർ സംവിധാനത്തോടൊപ്പം സേവന സന്നദ്ധരായി അവൈറ്റീസ് ആശുപത്രിയും കൈകോർത്തു. ദുരിതമനുഭവിക്കുന്നവർക്ക് ചികിത്സാ സൗകര്യമൊരുക്കാൻ ഹെലികോപ്റ്ററിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ അയക്കാനായി അവൈറ്റീസ് മുന്നിലെത്തി. പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായപ്പോൾ ഹെലികോപ്റ്റർ ഇറക്കുകയെന്ന ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ സേവന സന്നദ്ധരായ അവൈറ്റീസിലെ മെഡിക്കൽ സംഘം കിലോമീറ്ററുകളോളം തകർന്നു കിടക്കുന്ന റോഡിലൂടെ കാൽനടയായി നെല്ലിയാമ്പതിയിലെത്തി. 3 ദിവസമാണ് ഡോക്ടർമാരടങ്ങിയ സംഘം നെല്ലിയാമ്പതിയിലുടനീളം സഞ്ചരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യമൊരുക്കിയത്. ആദിവാസി മേഖലകളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും അവൈറ്റീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതിനകം 60-ലേറെ മെഡിക്കൽ ക്യാമ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. പറമ്പിക്കുളം, നെല്ലിയാമ്പതി, നെന്മാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി ഊരുകളിലെത്തിയാണ് അവൈറ്റീസ് മെഡിക്കൽ സംഘം ആദിവാസി ജനതയ്ക്ക് ആധുനിക ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കിയത്. ഏക്കറുള്ള ആശുപത്രി ക്യാമ്പസിൽ പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് ആശുപത്രി നിർമ്മിച്ചത്. 8 നിലകളിലായി 1.75 ലക്ഷം ചതുരശ്ര അടിയിലാണ് ആശുപത്രിയുടെ പ്രധാന കെട്ടിടം.
ആശുപത്രിയിൽ എത്തുന്നത് മുതൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് വരെ സദാ സേവന സന്നദ്ധരായ ആശുപത്രി ജീവനക്കാരുടെ സേവനം ജനങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഒരുപാടധികം എയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതാണ് കസ്റ്റമർ സർവീസ്. നമ്മൾ എവിടെ പോയാലും കസ്റ്റമർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഇവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ ഫുള്ളി അവരെ ടേക്ക് കെയർ ചെയ്യുകയാണ്. അതായത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഷ്യൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ കൂടെ വരുന്നവർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഫാർമസിയിൽ പോവുക, ലാബിൽ പോവുക, ഇങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും അറിയാത്ത രീതിയിൽ തന്നെ അവർ ഓൾറെഡി വരുന്നത് തന്നെ അസുഖമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കൂടുതൽ ഓടി നടന്ന് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ്സിലും ഒക്കെ ഞങ്ങൾ അത് വളരെയധികം ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഏത് പൊസിഷൻ എടുക്കുമ്പോഴാണെങ്കിലും അതെ, ഞങ്ങൾ സ്റ്റാഫിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ വളരെയധികം അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലൊരു ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഇത് പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ആ ക്വാളിറ്റിയുടെ അതിൻ്റെ അനുസരിച്ച് തന്നെ ഉള്ള രീതിയിലാണ് നമ്മളിവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ക്വാളിറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹൗസ് കീപ്പിംഗ് കൂടാതെ ഇപ്പോൾ ഫാർമസിയിലാണെങ്കിലും അതെ, ഇവിടുത്തെ മെഡിസിൻ സ്റ്റോറേജ് എല്ലാം ഓരോ മരുന്നുകൾക്കും അതിൻ്റേതായ ടെമ്പറേച്ചേഴ്സിൽ സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ടും തന്നെയാണ് ഞങ്ങളിവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കടലാസ്രഹിത ആശുപത്രി എന്ന പ്രത്യേകതയും ആശുപത്രിക്ക് സ്വന്തം. തുടക്കം മുതലേ നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ളതാണ് ഇതൊരു പേപ്പർലെസ് ഹോസ്പിറ്റൽ ആയിരിക്കണം. എല്ലാ ഇൻഫർമേഷനും, രോഗികളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നതിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുണ്ടാവും. ആ ഇൻഫർമേഷൻ രോഗികൾക്കും മറ്റ് ഡോക്ടർമാർക്കും ലോകത്തിൻ്റെ എവിടെ നിന്നും അതിനെ ആക്സസ് ചെയ്യാനായിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം നമ്മുടെ അക്കാഡമിക് ഹാളിലൂടെ ഇനി വരുന്ന എല്ലാ മാസങ്ങളിലും 2 or 3 മെഡിക്കൽ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തിക്കാനും നമ്മൾ പ്ലാൻ ചെയ്തു. ഓരോ സ്പെഷ്യാലിറ്റിയിലും കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. അതിന് ആ ഫീൽഡിൽ വിദഗ്ധരായിട്ടുള്ളവരെ വിളിച്ചു വരുത്തി അവിടെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും നടത്താനുള്ള പ്ലാനുമുണ്ട്. രോഗികൾക്ക് വിഷരഹിത ഭക്ഷണമെന്ന ലക്ഷ്യവുമായി ക്യാമ്പസിൽ ജൈവകൃഷി ഒരുക്കുന്നുണ്ട്. നെന്മാറയിലെ ജൈവ കർഷകരെ കൂടി സഹകരിപ്പിച്ച് വിളയിപ്പിച്ചെടുക്കുന്ന ജൈവോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണമായിരിക്കും രോഗികൾക്ക് നൽകുന്നത്. ഊർജ്ജ സംരക്ഷണ ലക്ഷ്യവുമായി സൗരോർജ്ജ പദ്ധതിയും നടപ്പിലാക്കും. സാധാരണ ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിമനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ തന്നെ മനം കുളിർപ്പിക്കും. സേവനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയാണ് അവൈറ്റീസ് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. രോഗികളോടുള്ള കരുതലിനൊപ്പം പരിസ്ഥിതി, സമൂഹം, മൂല്യങ്ങൾ, ഗുണനിലവാരം എന്നിവയ്ക്ക് കൂടി കരുതൽ നൽകുന്ന സംസ്കാരം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തിലേക്കാണ് അവൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചുവടുവെച്ച് കയറുന്നത്.